ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 3 ബോർഡർ ലൈൻ സ്റ്റിച്ചസ് പരിചയപ്പെടാം. അപ്പോൾ ഈ 3 സ്റ്റിച്ചസും ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ്. ആദ്യം സിഗ്സാഗ് ചെയിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് ഞാനിതുപോലെ 6 സ്ട്രാൻഡ്സിലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സിഗ്സാഗ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ 2 പാരലൽ ലൈൻസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നീഡിൽ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണോ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് തയ്ക്കുന്നത്, പക്ഷേ കുറച്ചൊന്ന് ചരിച്ചിട്ടാണെന്ന് മാത്രം. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ നീഡിൽ കുത്തിയിട്ട് ഇവിടെയാണ് ഇങ്ങനെ ചരിച്ചിട്ട് വേണം എടുക്കാൻ, ഇതുപോലെ. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നീഡിൽ ഇതുപോലെ കുത്തിയിട്ട് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്, ഇതുപോലെ. എന്നിട്ട് ഇവിടെ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സിഗ്സാഗ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ തന്നെയാണ്, അതിൻ്റെ ആംഗിളിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരും. ഇനി ഇങ്ങോട്ട് ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡർ ലൈനാണ് ഇത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഫുള്ള് ലൈനും തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് ഇവിടെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സിഗ്സാഗ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇനി നമുക്ക് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 6 സ്ട്രാൻഡ്സിലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് നീഡിൽ കുത്തിയിട്ടെടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ നീഡിൽ എടുത്ത് ആ പോയിന്റിൽ തന്നെ കുത്തിയിട്ടാണ് നമ്മൾ ഇതുപോലെ നീഡിൽ നിർത്തുന്നത്. ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചിൽ അങ്ങനെയല്ല. നമ്മൾ കുറച്ചൊന്ന് നീങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഇടത്തോട്ട് ഇച്ചിരി ഒന്ന് നീങ്ങിയിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ. ഇതുപോലെ ഇങ്ങനെ. എന്നിട്ട് ഈ ത്രെഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് ചുറ്റി കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് നീഡിൽ ഇതുപോലെ കുത്തിയിട്ട് ഇങ്ങനെ ചരിച്ചു കൊടുക്കാം. എന്നിട്ട് നീഡിലിൻ്റെ മുകളിലൂടെയാണ് നമുക്കിതുപോലെ ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ത്രെഡിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ചരിച്ച് നീട്ടിലെടുക്കാം. എന്നിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ത്രെഡ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇനി ഇവിടെ കുത്തി ഇതുപോലെ ചരിച്ച് അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു സ്റ്റിച്ചും. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ലൈൻ ഫുള്ള് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നീഡിൽ ഇവിടെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് കേബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 6 strands എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്നും നീഡിലെടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ചാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ത്രെഡിൻ്റെ അടിയിൽ നീഡിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. നമ്മളിപ്പോൾ ഈ ത്രെഡ് ചുറ്റിയില്ല, അത് നമ്മൾ കളയാൻ പാടില്ല. അത് നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് കുറച്ചൊന്ന് നീങ്ങിയിട്ട് ഇതുപോലെ നീഡിൽ കുത്തി ഇതുപോലെ നിർത്താം ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഈ നീഡിലിൻ്റെ അടിയിലൂടെ നൂല് ഇതുപോലെ ചുറ്റാം, നമ്മൾ ചെയിൻ സ്റ്റിച്ചിനൊക്കെ ചുറ്റുന്ന പോലെ. എന്നിട്ട് നമുക്ക് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. കാരണം ഇതിപ്പോൾ ഒരു ലൂപ്പായിട്ട് വന്നു. അടുത്ത ലൂപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീഡിലിൽ നമുക്ക് ത്രെഡ് ചുറ്റാം. എന്നിട്ട് കുറച്ചൊന്ന് നീങ്ങിയിട്ട് നീഡിൽ നമുക്ക് ഇതുപോലെ കുത്തി നിർത്താം. എന്നിട്ട് ഈ ത്രെഡ് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അടിയിലൂടെ ഇതുപോലെ ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ച് വന്നു. ഇതുപോലെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വീണ്ടും നമ്മുടെ ഇതുപോലെ നീഡിലിൽ ത്രെഡ് ചുറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കണം നമ്മൾ. എന്നിട്ട് കുറച്ചൊന്ന് നീങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ നീഡിൽ കുത്തി നിർത്താം. എന്നിട്ട് ഈ ത്രെഡ് നമുക്ക് ഇതിൻ്റെ അടിയിലൂടെ ഇതുപോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിക്കാം. കണ്ടോ? അപ്പോൾ ഇതൊരു കേബിൾ പോലെ വരും ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഈ ലൈന് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ 3 സ്റ്റിച്ചസും തയ്ക്കുന്നത്. അപ്പോൾ ഇത് സിഗ്സാഗ് ചെയിൻ സ്റ്റിച്ച്, ഇത് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച്, ഇത് കേബിൾ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഈ 3 ബോർഡർ ലൈൻ സ്റ്റിച്ചസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.